സമയം ഇപ്പം ഏതാണ്ട് ഒരു 7:30 മണിയൊക്കെ ആയി കാണും. ഞാനിപ്പോൾ പുറത്ത് വന്നത് എനിക്ക് കുറച്ച് ഫുഡ് മേടിക്കാൻ. അതായത് എനിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും മേടിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ആക്ച്വലി ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. സോ എൻ്റെ അമ്മയാണെങ്കിൽ ഓൾറെഡി അമ്മയുടെ വീട്ടിൽ പോയി കുറച്ച് അത്യാവശ്യമായിട്ട്. എൻ്റെ ബ്രദർ ആണെങ്കിൽ വർക്കിന് പോയിരിക്കുകയാണ്. അപ്പോൾ ഇതുവരെ എത്തിയിട്ടില്ല. അവൻ കുറച്ചുകൂടി ലേറ്റ് ആവും. യൂഷ്വലി എൻ്റെ ബർത്ത്ഡേക്ക് അമ്മയും അനിയനും കേക്കൊക്കെ മേടിച്ചിരുന്നത് എൻ്റെ സെലിബ്രേറ്റ് ചെയ്യും പറ്റുന്ന പോലെ. ഭയങ്കര രീതിയിലല്ല, ചെറിയ രീതിയിലെങ്കിലും. അപ്പോൾ രാവിലെ മുതൽ ഞാനിങ്ങനെ ബർത്ത്ഡേ കേക്കിനൊക്കെ വെയിറ്റ് ചെയ്യായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് എല്ലാവരും ബിസി ആയിപ്പോയി. ബട്ട് എനിക്ക് എൻ്റെ ഒരു ബർത്ത്ഡേ എന്ന് പറയുന്നത് ഭയങ്കര സ്പെഷ്യലാണ്. സോ ഞാൻ വിചാരിച്ചു വെറുതെ വേസ്റ്റ് ചെയ്യണ്ട, എനിക്കിഷ്ടമുള്ള എന്തെങ്കിലും ഫുഡൊക്കെ മേടിച്ച് ഞാൻ തന്നെ സ്വയം അങ്ങോട്ട് സെലിബ്രേറ്റ് ചെയ്യാം. ഇന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ പറയട്ടെ. നമ്മൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമുക്ക് തന്നെ നമ്മുടെ ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റും. ഇന്ന് എനിക്ക് ശരിക്കും മനസ്സിലായി. എൻ്റെ കയ്യിൽ കുറച്ച് ക്യാഷ് ഇല്ലായിരുന്നുവെങ്കിൽ എൻ്റെ ഈ സ്പെഷ്യൽ ഡേയൊക്കെ ഞാൻ വെറുതെ വീട്ടിൽ ഇരുന്ന് പോയേനെ. മേ ബി എനിക്ക് ഇഷ്ടമുള്ള ഒരു ഫുഡ് പോലും കഴിക്കാൻ പറ്റാണ്ട്. അങ്ങനെ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചപ്പോൾ എനിക്ക് തോന്നി ഒരു ക്യാൻഡിലൊക്കെ കത്തിച്ചിട്ട് ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാമെന്ന്. അങ്ങനെ ഞാൻ പോയി ഒരു ക്യാൻഡിലൊക്കെ കണ്ടുപിടിച്ചു. അങ്ങനെ അവസാനം തപ്പിപ്പിടിച്ചെടുത്തതാണെങ്കിലും കളർ എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ, നല്ലൊരു പിങ്ക് ഷെയ്ഡ്. ഞാൻ പോയ കടയിൽ കേക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ കൈ കിട്ടിയ ഒരു ഡോണറ്റ് അങ്ങ് മേടിച്ചു. ഡോണറ്റ് ഈസ് മൈ ഫേവറേറ്റ്. അങ്ങനെ അതിൻ്റെ പുറത്തൊരു ക്യാൻഡിലൊക്കെ കത്തിച്ച് വെച്ചു. ഞാൻ ജസ്റ്റ് ഒന്ന് പ്രേ ചെയ്തു. പ്രത്യേകിച്ച് എൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഗോഡിനോടൊന്നും ചോദിക്കാനൊന്നുമില്ല. ഐ ജസ്റ്റ് ഗീവ് താങ്ക്സ് ടു ഗോഡ്. എനിക്ക് നല്ലൊരു ഡേയിൽ ജനിക്കാൻ പറ്റി, എനിക്ക് ലോകമൊക്കെ കാണാൻ പറ്റി, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. കുറച്ച് കഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ശരിക്കും ഐ ജസ്റ്റ് ഫീൽ ഐ എം ബ്ലസ്. എല്ലാവരും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ബട്ട് ഞാൻ ഭയങ്കര വലിയ രീതിയിലൊന്നും അല്ലെങ്കിലും എൻ്റെ ബർത്ത്ഡേ എപ്പോഴും എന്തെങ്കിലുമൊക്കെ രീതിയിൽ ഞാൻ സ്പെഷ്യൽ ആക്കാൻ നോക്കാറുണ്ട്. കാരണം എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. അതുകൊണ്ട് തന്നെ ഞാൻ ജനിച്ച ദിവസം എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പ്രഷ്യസ് ഡേ ആണ്. ബട്ട് എന്നാലും എൻ്റെ ലൈഫ് ഭയങ്കര അടിപൊളിയെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. എനിക്ക് ഭയങ്കര ഹാപ്പിനെസ്സിനെക്കാട്ടിലും കുറേ നെഗറ്റീവ്സ് ആണ് എപ്പോഴും ഉള്ളത്. ബട്ട് എന്നാലും എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ എന്നെ തന്നെ ഹാപ്പിയാക്കി വെക്കാൻ നോക്കാറുണ്ട്. എൻ്റെ ഒരു ലൈഫിൽ നിന്ന് ഞാൻ പഠിച്ചൊരു സംഭവം പറയാമല്ലോ. ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിരിക്കുന്നത് എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ, എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മേടിക്കുമ്പോൾ, അങ്ങനെ സ്വന്തമായിട്ട് ആരെ ആശ്രയിക്കാണ്ട് ചെയ്യുമ്പോഴാണ്. ഇപ്പം എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോടും പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുക. അറ്റ്ലീസ്റ്റ് നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ കാര്യങ്ങളെങ്കിലും നോക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ചെറിയ വരുമാനമെങ്കിലും കണ്ടുപിടിക്കുക. എല്ലാ മാസത്തെ സാലറിന്നും നമുക്ക് വേണ്ടിയെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. എന്നാലേ നമുക്ക് ശരിക്കും പറഞ്ഞാൽ വീണ്ടും അതിന് വേണ്ടിയിട്ട് പോകാനായിട്ട് തോന്നുള്ളൂ. ഇല്ലെങ്കിൽ പതിയെ ആ ജോബിൽ തന്നെ നമ്മൾ വെറുത്തു പോകും. ആക്ച്വലി രാവിലെ ഞാൻ കുറെ പ്ലാനൊക്കെ എടുത്തായിരുന്നു ഗൈസ്. ഒരു മൂവി കാണാൻ പോകണം, ഒന്ന് ബീച്ചിൽ പോകണം, അങ്ങനെയൊക്കെ. എന്നാലും സാരമില്ല, നമുക്കൊരു പ്ലാൻ നടന്നില്ലെങ്കിൽ അടുത്ത വേറെ എന്തെങ്കിലും. അങ്ങനെയാണ് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാമെന്ന് ഞാൻ വിചാരിച്ചതാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ബ്രദർ വന്നു. ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഡോണറ്റൊക്കെ ക്യാൻഡിലൊക്കെ കത്തിച്ച് കഴിച്ചെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഡെസ്പായി. അങ്ങനെ ഞങ്ങൾ ഒന്നുകൂടിയൊക്കെ കട്ട് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്ത് നന്നായിട്ടിരുന്ന് ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. ഇന്ന് ഇത്രയൊക്കെയുള്ളൂ. ബൈ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. ബൈ.